ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉണ്ടല്ലോ ഒരു രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരെ പറ്റിയിട്ട് പറയാം. നിങ്ങളതിൽ ഏതാണെന്ന് പറയാം. ഞാനിതിൻ്റെ നടുവിലാണ് കേട്ടോ. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ആൾക്കാർ, അവർക്ക് എപ്പോഴും പണിയാണ്. ഞാൻ വീട്ടിലെ ജോലിയുടെ കാര്യമാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ അവർക്ക് പണിയാണ്. നമ്മളെപ്പോൾ ചെന്നാലും അവർ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അത്ര ക്ലീനോ അവരുടെ സറൗണ്ടിങ്സ് ആയിക്കോട്ടെ, വീടായിക്കോട്ടെ, അടുക്കള ആയിക്കോട്ടെ, അവർ കുക്ക് ചെയ്ത് തീരുന്ന ഒരു ടൈമിംഗ് ഒക്കെ ആയിക്കോട്ടെ, അതൊന്നും പ്രോപ്പർ ആയിരിക്കില്ല. അതായത് നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും അവർ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടും തുടച്ചും തൂത്തും കറി ഉണ്ടാക്കിയൊക്കെ ഇരിക്കുകയായിരിക്കും. പക്ഷെ അതിൻ്റെ റിസൾട്ട് അവരുടെ വീട്ടിൽ കാണുന്നില്ല. പക്ഷെ വേറെ ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. നമ്മൾ ചെല്ലുമ്പോഴൊക്കെ അവർ ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തിരിക്കുമായിരിക്കും. അവരുടെ വീട്ടിൽ ജോലിക്കാരുണ്ടായിരിക്കത്തില്ല, പക്ഷേ അവരുടെ വീടും സറൗണ്ടിങ്സും ഒക്കെ ഭയങ്കര ക്ലീൻ ആയിരിക്കും. ഓൺ ടൈമിൽ ഫുഡും കാര്യങ്ങളൊക്കെ മേശപ്പുറത്ത് എത്തും. കണ്ടിട്ടുണ്ടോ? ഞാൻ സത്യം പറഞ്ഞാൽ ഈ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരാളാണ്. എനിക്ക് ഒരുപാട് സമയം വീട്ടുജോലി ചെയ്യാനോ അടുക്കളയിൽ സ്പെൻഡ് ചെയ്യാനോ താല്പര്യമില്ലാത്ത ഒരാളാണ്. കുക്കിങ്ങിൽ ഞാൻ എപ്പോഴും കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മടി പിടിച്ച് വീട് വൃത്തികേടായിട്ടിരിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരിലുണ്ടല്ലോ, ഫസ്റ്റ് ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് ആ ഒരു പ്രശ്നം വരുന്നത് എന്തുകൊണ്ടാണ്? അവർ ഈ ചത്ത് പണിയെടുക്കുന്നുണ്ട്, പക്ഷെ ഒരു 7 മിസ്റ്റേക്സ് അവരുടെ ഹോം മേക്കിങ്ങിൽ ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ വരുന്നത്. അപ്പോൾ അത് നമ്മൾ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. അപ്പോൾ ഈ ടൈപ്പിൽ നിങ്ങൾ ഏതാണ് കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തത്, ഇവർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ ആവട്ടെ, ഒരു 5 മിനിറ്റ് കഴിയട്ടെ, 10 മിനിറ്റ് കഴിയട്ടെ, ഒരു 2 മണിക്കൂർ കഴിയട്ടെ, അല്ലെങ്കിൽ വേണ്ട നാളെ ചെയ്യാം. ഇങ്ങനെ നമ്മൾ മാറ്റി 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 വെക്കുന്ന ശീലമുള്ള ആൾക്കാർക്കാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അതായത് ഇപ്പം നമ്മൾ ചായ കുടിച്ചിട്ട് നമ്മൾ ചായ കപ്പ് അപ്പം തന്നെ കഴുകി വെക്കാതെ നമ്മൾ അവിടെ വെച്ചു, വെള്ളം ഒഴിച്ചു പോലും ഇട്ടിട്ടില്ല, അവിടെ വെച്ചു എന്ന് അങ്ങോട്ട് വിചാരിക്കുക. വൈകുന്നേരം ആയപ്പോഴത്തേക്കുമാണ് കപ്പ് കഴുകാൻ വന്നത്. ആ സമയം ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലിരുന്ന് ചായേൻ്റെ കറ പിടിച്ച് നമ്മൾ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് അതൊന്ന് നല്ല രീതിക്ക് സ്ക്രബ് ചെയ്യേണ്ടി വരും. അതേസമയം നമ്മൾ ചായ കുടിച്ച ഉടനെ തന്നെയാണെന്നുണ്ടെങ്കിൽ വെറും 2-3 സെക്കൻഡോടെ നമ്മുടെ ചായപാത്രം കഴുകി കഴിയും അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ജോലി നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നത്തേക്ക് മാറ്റി വെക്കാതെ അപ്പളേ തന്നെ നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 സെക്കൻഡ് കൊണ്ട് തീർക്കുന്ന ജോലി നമുക്ക് 1 സെക്കൻഡ് കൊണ്ട് തീർക്കാം. മാറ്റി വെച്ചാൽ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 to 10 മിനിറ്റ് നമുക്ക് എടുക്കേണ്ടി വരും. എനിക്കൊക്കെ ഉണ്ടല്ലോ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ നഖം വെട്ടാനോ അല്ലെങ്കിൽ നഖം ക്ലീൻ ചെയ്യാനോ വേണ്ടിയിട്ട് നെയിൽ കട്ടർ അന്വേഷിക്കുന്ന സമയത്ത് ആ സാധനം എൻ്റെ കൺമുൻപിൽ വരത്തില്ല. അതുപോലെ തന്നെയാണ് കത്രികയും. ഒരുപാട് പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? നമുക്ക് ആ സാധനം നെയിൽ കട്ടറും കത്രികയും വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാക്റ്റ് പ്ലേസ് ഇല്ല അല്ലേ? എൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പം ഞാനതിന് സ്ഥലം കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 പേർക്കും വീട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾക്ക് ഒരു പ്ലേസ് ഓൾറെഡി, ഒരു സാധനം നമ്മുടെ വീട്ടിലോട്ടേക്ക് കൊണ്ടുവരുമ്പോഴേ തന്നെ ഓക്കെ ഇന്ന് ഇവിടെയാണ് ഇരിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ കുറേ സമയം നമ്മുടെ ലാഭിക്കാൻ പറ്റും അല്ലേ? നെയിൽ കട്ടർ കാണാണ്ടായി കഴിയുമ്പോൾ നമ്മൾ മൊത്തം ഇരുന്ന് പരതേണ്ടി വരും. അതേസമയം ഓക്കെ ഇന്നതാണ് അവൻ്റെ വീടെന്ന് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ അവിടെ പോയി നോക്കുക, എടുക്കുക അല്ലേ? ഇത് നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കിക്കുക നെയിൽ കട്ടർ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ വീട് ഇവിടെയാണ്, ആവശ്യമുണ്ടെങ്കിൽ അവിടെ പോയി നോക്കുക. ഓക്കെ, പിന്നെ എല്ലാം കൂടെ ഒരു ദിവസം അങ്ങോട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് ആൾക്കാർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണത്. അപ്പോൾ അവർ പറയും, അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും ക്ലീനിങ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ ഒരു ദിവസം മൊത്തത്തിൽ നിൽക്കുന്നതെന്ന്. അത് വലിയൊരു മിസ്റ്റേക്കാണ്. കാരണം നമ്മൾ ഓക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ദിവസം ക്ലീനിങ് ചെയ്തതിനെക്കാട്ടിലും എത്രയോ ബെറ്റർ ആണെന്ന് അറിയാമോ ഓരോ ദിവസം 10 മിനിറ്റ് നമ്മൾ വീട്ടിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്നത്. അത് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു സംഭവമാണ്. നമ്മൾ എല്ലാം കൂടെ ഒരു ദിവസം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ വീട് അലമ്പായിട്ട് കിടക്കുകയും ചെയ്യും. ഭയങ്കര അലമ്പെന്നല്ല, എന്നാലും സ്ലൈറ്റ്ലി അലമ്പായിട്ട് കിടക്കുകയും ചെയ്യും. ആ ക്ലീൻ ചെയ്യുന്ന ഒരു ദിവസം നമ്മൾ ചത്തുകുത്തി ഇരുന്ന് പണിയെടുക്കേണ്ടി വരും. ആ സമയം എല്ലാ ദിവസവും നമ്മളൊന്ന് ഫിക്സ് ചെയ്യുക, ഇന്ന ദിവസം ഞാൻ ഇന്നൊരു റൂമായിരിക്കും, അതിന് വേണ്ടിയിട്ട് ഞാൻ കൂടിപ്പോയി ഒരു 15 മിനിറ്റ്. എല്ലാ ദിവസവും ആ ഒരു ടൈം ടേബിൾ അങ്ങോട്ട് ഫ്ലോയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു നല്ല രീതിക്ക് ആ ഒരു ഫ്ലോ അങ്ങ് പോവുകയും ചെയ്യും. നമ്മുടെ വീടൊക്കെ നല്ല രീതിക്ക് എപ്പോഴും വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. 24 മണിക്കൂറിൽ കൂടിപ്പോയി ഒരു 15 മിനിറ്റ് ക്ലീനിങ്ങിന് എടുത്താൽ പോരെ ഡെയിലി. പിന്നെ പണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കായിരുന്നു ഇത്. നാട്ടിലായിരുന്ന സമയത്തൊക്കെ ആണെങ്കിലും രാത്രി കിച്ചൺ ക്ലീൻ ചെയ്യാതെ പോയിക്കൊണ്ടിരിക്കുക. ഈ വക കാര്യങ്ങളൊക്കെ ഹോം മേക്കിംഗ് എന്നുള്ളത് നമ്മൾ ചെയ്ത് പഠിപ്പിക്കേണ്ടതല്ലേ, ശീലിക്കേണ്ടതാണല്ലോ. അപ്പം നമ്മൾ ക്ലീൻ ചെയ്യാതിരിക്കുമ്പം എല്ലാവർക്കും അറിയാം പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഉണ്ടാവുന്ന
ഒരു ഫീലിംഗ് എന്താണെന്നുള്ളത്. അഴുക്കുകൾ കൂടും, പ്രാണികൾ കൂടും. അത് മാത്രമല്ല, നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ മൂഡ് ഔട്ട് കംപ്ലീറ്റ്ലി ആയിരിക്കും. അതുകൊണ്ട് എത്രയൊക്കെ തിരക്കാണെന്നുണ്ടെങ്കിലും രാത്രി ഉറങ്ങാൻ പോണേക്കാട്ടിൽ മുൻപ് കിച്ചൻ്റെ സിങ്ക്, കിച്ചൻ്റെ സ്റ്റൗവ്, കിച്ചൻ്റെ ലൈക്ക് കൗണ്ടർ ടോപ്പ് ഇതെല്ലാം ക്ലീൻ ചെയ്ത് നമുക്ക് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്കും മെനക്കാക്കിയിട്ട് ഇട്ടിട്ട് കിടന്ന് പോവുക, കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾക്ക് ഒരു ജോലി ഉണ്ടാവില്ല, ഡയറക്റ്റ് നമുക്ക് നമ്മുടെ കുക്കിങ്ങിലോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം തന്നെ റുട്ടീനാവും. നമ്മൾ വൃത്തികേടാക്കിയിട്ടിട്ട് കിച്ചൺ വൃത്തികേടാക്കിയിട്ടിട്ട് നമ്മൾ പോയി കിടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെ നമുക്ക് പിന്നെയും ഒരു ലോഡ് വൃത്തിയാക്കാനുണ്ട്. അത് രാത്രി ക്ലീൻ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് മതിയാവുള്ളൂ. രാത്രി ആകുമ്പോഴത്തേക്കും അതൊക്കെ അവിടെ അടുക്കി പിടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉരച്ച് കഴുകേണ്ടി വരും. പോകെ ചിലപ്പോൾ പ്രാണീനെയും പാറ്റേനെയും ഒക്കെ സഹിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് രാത്രി കിച്ചൺ റീസെറ്റ് ചെയ്തിട്ട് പോയി കിടന്നുറങ്ങാം. ഞാൻ പിന്നെ പണ്ടൊരിക്കൽ എൻ്റെ കിച്ചൺ ക്ലീൻ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിവിടെ വന്ന സമയം മുതലുള്ള തേങ്ങേൻ്റെ ബോക്സ് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ താഴത്തെ കബോർഡിൽ ഇരിക്കുമായിരുന്നു. അതൊക്കെ ഞാൻ ഫുൾ ക്ലീൻ ഔട്ട് ചെയ്തു. ഇപ്പോൾ ഒരു സാധനങ്ങളും ഇല്ല. ഇതേപോലെ നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കുന്നത് യൂസ് ചെയ്യുമെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ സൂക്ഷിച്ച് വെക്കുക. അല്ലാത്ത പക്ഷം അത് അപ്പപ്ലേ തന്നെ ക്ലിയർ ഔട്ട് ചെയ്ത് കളയുക. കാരണം നമ്മുടെ ഒരു ശീലമാണ് മലയാളികൾക്കിടെ, എന്തെങ്കിലും ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ കൂട്ടി വെക്കുക. എങ്ങാനും യൂസ് വന്നാലും എവിടെ ഒരു കുന്തവും വരാൻ പോണില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട്, എനിക്ക് ഇന്ന സാധനം വെക്കാൻ അത് വേണം എന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ സാധനം അവിടെ വെക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്തൊന്നും നിങ്ങൾ വീട്ടിൽ വെക്കാതിരിക്കുക. അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ അത് അവിടെ വൃത്തികേടായിട്ട് കിടക്കുകയും ചെയ്യും. ഏത് സമയവും അത് മാറ്റിയും തിരിച്ചൊക്കെ നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കേണ്ടിയും വരും. എൻ്റെ വേറൊരു എക്സാമ്പിൾ പറയാം. ഇത്രയും നാളും എൻ്റെ കിച്ചൺ ഞാൻ മറ്റേ വാൾപേപ്പർ ഒട്ടിക്കുന്നതിനെക്കാട്ടിലും മുന്നേ അതിൻ്റെ മേലെ ഇവിടെ പാത്രങ്ങൾ മേടിച്ചതിൻ്റെ മറ്റേ പെട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. അതെന്താ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചേ, ഓക്കെ ഇനി ഇവിടെ നിന്ന് മാറിപ്പോകുമ്പോൾ പാത്രങ്ങൾ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അതെനിക്ക് വീഡിയോയിൽ കാണുമ്പോഴും അറിയായിരുന്നു ഭയങ്കര വൃത്തികേടായിട്ട്. പക്ഷെ ഞാൻ ചിന്തിച്ചു, എന്തിന്, അത് മാറുമ്പോഴല്ലേ, അപ്പം നമുക്ക് വേറെ എവിടെയെങ്കിലും ഒരു സഞ്ചിയിൽ ഇട്ടിട്ടെങ്കിലും അതിനെ കൊണ്ടുപോകാൻ ഓർത്ത് ഞാനത് കൊണ്ട് കാട്ടിക്കളഞ്ഞു. ഇപ്പം അത് നോക്കുമ്പോൾ എന്താ, അവിടെ ഞാൻ ആ 3 ഫ്ലവർ വേസ് മറ്റേ ചെടികൾക്കിടെ വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. ഇത്രയും നാളും നല്ല വൃത്തികേടായിരുന്നു എന്ന് എനിക്കറിയാം. പിന്നെ നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വീട്ടിലുള്ള ആൾക്കാരോടും കൂടെ പറയുക, അവരെന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അപ്പഴേ തന്നെ സെയിം സ്ഥലത്ത് തിരിച്ചു വെക്കുക. അവർ കാരണം എന്തെങ്കിലും ഇപ്പോൾ ഷൂ ഒക്കെ ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴേ തന്നെ അവരെ കൊണ്ട് തന്നെ ഒന്ന് തുടപ്പിക്കുക. ഇത് വീട്ടിലെ ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം കുത്തകയല്ല, അതൊരു ഗ്രൂപ്പ് വർക്ക് തന്നെയാണ്. സോ അവരെയും കൂടെ ശീലിപ്പിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കാറ്റഗറി ഓഫ് പീപ്പിളായിട്ട് നമ്മൾ എപ്പോഴും തുടച്ചും തൂത്തും അടിച്ചും വാരിയും തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. പിന്നെ മറ്റൊരാളുടെ വീട് നോക്കിയിട്ട് നമ്മുടെ വീട് കമ്പയർ ചെയ്തിരിക്കുക. അങ്ങനെയുള്ളവർക്കൊരു പ്രശ്നം ഫസ്റ്റ് കാറ്റഗറിയിൽ വരാമെന്നുള്ളത്, അവരെവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടു കഴിയുമ്പോൾ പിന്നെ അങ്ങനെ ആക്കാനുള്ള ഓട്ടപ്പാച്ചലായിരിക്കും. അവർക്ക് റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടില്ല. ഓരോ ദിവസം ഓരോരുത്തരുടെ റീലും അതും ഇതും കാണും. അപ്പോൾ നമ്മൾ ഓക്കെ അതുപോലെ ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ആക്കാം, പക്ഷെ ഓവറായിട്ട് എല്ലാം അതുപോലെ തന്നെ വേണം എന്ന് വാശി പിടിച്ച് 24 മണിക്കൂറും വർക്ക് ചെയ്യാതിരിക്കുക. ഹോം മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു റേസ് ഒന്നുമല്ല. നമ്മുടെ വീട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ആക്കിയെടുക്കുന്നു, അപ്പം അത്രയേ ഉള്ളൂ.